പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആയതുകൊണ്ട് ഫൈറ്റ് സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാതെ ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണി റോസിന്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസ്സരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ ഹണി റോസ് വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ 10 കോടി രൂപയാണ് ഹണി റോസിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ പോകുന്നത്. കാരണം ഹണി റോസും ഈ കേസും കാര്യമായിട്ട് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ഈ ഹണി റോസും അറിയണം എന്ന് തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത്. കാരണം അത്രയ്ക്കങ്ങ് ഹണി റോസ് സൂഹിച്ച് ഒന്നും അറിയാത്ത പോലെ പാവത്തെ പോലെ എല്ലാരെയും അങ്ങ് കേസ് കൊടുക്കി അവൾ മാത്രം നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട എന്നാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിയുമായിട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുരുഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ട് രാഹുൽ ഈശ്വർ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. സിനിമ സീരിയൽ ആർട്ടിസ്റ്റായ പ്രിയങ്ക പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം അവർ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപും ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു കഴമ്പും ഇല്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ കേസ് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. എല്ലാ മാധ്യമങ്ങളും എന്നോട് പൂർണ്ണമായി യോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എല്ലാ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാനടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചമ്മണ്ണോട് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടി. അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്ത് പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് അതാണ് സേഫ്. അതായത് അവർക്ക് ഇനി പെണ്ണ് കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒഫീസർ ഡിക്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എന്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്തൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും അറിയണം. വീട്ടിന്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് എനിക്കത് പറയാൻ റൈറ്റുമുണ്ട്. കാര്യം ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതെന്റെ മാനനഷ്ടം ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷന്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് ആണ്, ഞാൻ തന്നെ വാദിക്കും. ഹണി റോസിന് വേറെ ഏതെങ്കിലും വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അത് പോരാതെ 10 കോടി രൂപ തന്നെ ഞാൻ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഈ ബോച്ചെ ഹണി റോസ് വിഷയം അതൊരു വിധം തീർന്നു വന്നതാണ്. പക്ഷെ രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് കിട്ടുന്ന അതേ പരിഗണന തന്നെ പുരുഷന്മാർക്കും കിട്ടണം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിനെല്ലാവരും സപ്പോർട്ടുമാണ്. രാഹുൽ ഈശ്വർ അതിനു വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്.
ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്, വാദിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിലൊന്നും എന്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോൾ എനിക്കെതിരെ ഹണി റോസിന്റെ പരാതി വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ വൈകിട്ട് ഏകദേശം 8:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി എത്തി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട്, പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുന്നത് ടീസിംഗ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. BNSന്റെ 76ഉം IT ആക്ടിന്റെ 67ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിന്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNSന്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ, നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസ് എടുക്കുന്നതാണ് പുരോഗമനം. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആയതുകൊണ്ട് പറ്റി സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാതെ ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണി റോസിന്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസ്സരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാൻ. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു വീഡിയോസിന് ഒരുപാട് കമന്റുകളാണ് വന്നത്. അതിൽ മൊത്തം കൂടുതലും ഹണി റോസിനെ പരാമർശിച്ചുകൊണ്ടുള്ള കുറേ കമന്റുകളാണ്. അതിൽ നല്ല രസകരമായിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ട്. അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അതിലൊരാൾ പറയാട്ടോ, പുതിയ ഉദ്ഘാടനങ്ങൾ ഒന്നുമില്ല, വരുമാനം വേണ്ടേ, മുൻകൂർ ക്യാഷ് കൊടുത്ത് ബുക്ക് ചെയ്തവർ വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ നിൽക്കുകയാണ്. ഉണ്ടായിരുന്ന ഒരു സിനിമയാണെങ്കിൽ അത് റിലീസ് ചെയ്യാനും പറ്റുന്നില്ല. മൊത്തത്തിൽ ജംബോ പെട്ടുപോയി. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇതേ വഴിയുള്ളൂ. എന്തായാലും ചൊറിഞ്ഞതൊരു പുലിക്കുട്ടിക്കാണ്. നന്നായിട്ടൊന്ന് മാന്ത് കിട്ടി. മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് കേസ് ഫയൽ ചെയ്യുക, എന്നിട്ട് ഒരു 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചു വാങ്ങുക. അപ്പോൾ അവളുടെ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും. ബോച്ചെ ഒരു 5 ദിവസം ജയിലിൽ കിടന്നപ്പോൾ അയാൾക്കുണ്ടായ ബിസിനസ് നഷ്ടം ബോച്ചെ കേസ് കൊടുത്താൽ ഹണി റോസിന്റെ കുടുംബം ഫുള്ള് വിറ്റാലും അത് തികയില്ല എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ബോക്സ് ഫുള്ള് ഹണി റോസിനെതിരായിട്ടാണ് പറയുന്നത്. എന്തായില്ലേ, ഒരു നാടും ഒരു കേരളം മൊത്തം ഹണി റോസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ന്യായീകരണം ഉണ്ടായിരുന്നു എങ്കിൽ എല്ലാവരും ഹണി റോസിന് കൂടെ നിന്നേനെ. എന്തെങ്കിലും ബോച്ചെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ പറയണമായിരുന്നു. ഇത് 5 മാസങ്ങൾക്ക് ശേഷം ആരുടെയൊക്കെയോ പ്രേരണ മൂലം ബോച്ചെ കൊടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആൾക്കാർ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. പോരാത്തതിന് ഹണി റോസിന്റെ വസ്ത്രധാരണം അതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഒരു ചെറിയ മക്കൾ പോലും ഹണി റോസിന് ഏതാണ്ടില്ല കൗതുക വസ്തുക്കൾ കാണുന്ന കണക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ